പക്ഷെ എന്നൂർ പോയി അവിടെ ടിക്കറ്റ് കിട്ടുന്നു ഞങ്ങൾ മനസ്സിലായി. ഇവരോട് ചോദിച്ചാൽ നമ്മൾ കൂട്ടുകഴിച്ച് അങ്ങനെ എല്ലാവരും ആളെ കൊപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഫുട്ബോളൊക്കെ കടുവേനെ കാണാൻ പറ്റുന്നതാണ് പറയുന്നുണ്ട്. ഇവിടെ കടുവ ഇറങ്ങുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മൾ പോകാൻ വയനാട് എത്തിയിട്ടുണ്ട്. ചുരത്തുമ്മലാണ് ഗായസ്. അപ്പോൾ നമ്മളിന്ന് വന്നത് എന്നൂർക്കായിരുന്നു. പക്ഷെ എന്നൂർ പോയി അവിടെ ടിക്കറ്റ് കിട്ടുന്നു ഞങ്ങൾ മനസ്സിലായി. അപ്പോൾ അവിടെ ക്യാൻസലായി നട എന്താ ഇങ്ങനെ പറയണേ. 1500 ടിക്കറ്റാണ്. ഇപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, 1500 ടിക്കറ്റ് ഓൺലൈൻ ബുക്കിംഗ് ആണെന്ന്. 500 ടിക്കറ്റ് മാത്രമേ അവിടുന്ന് കൊടുക്കുന്നുള്ളൂ. അതിനും വരികയാണ് അവിടെ. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് പോകുന്നു, ചടച്ചാണ് പോകുന്നത്. ഞങ്ങൾ വേറെ സ്ഥലം നോക്കി പോകുന്നത്. അപ്പോൾ ഇങ്ങനെ പോകുന്നപ്പോൾ സ്ഥലം കാണിച്ചാ നല്ലൊരു ഒഴിഞ്ഞ പറമ്പൊക്കെ കണ്ടു. ചെക്കന്മാർ ഇവിടെ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. ചെക്കന്മാർ ഇവിടെ ഫുട്ബോളൊക്കെ കളിക്കണ്ടേനി. അപ്പോൾ ഇവരോട് ചോദിച്ചാൽ നമ്മൾ കൂട്ടുകഴിച്ച് അങ്ങനെ എല്ലാവരും ആളെ കൊപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഫുട്ബോളൊക്കെ കളിച്ചു. പക്ഷെ കളിച്ചിന് വീഡിയോ എടുക്കാൻ വേണ്ടി 2 ആൾക്കാർ കിട്ടില്ല, ഓരോ കൂട്ടാത്തതുകൊണ്ട്. അപ്പോൾ ഏതായാലും നമ്മൾ ഇന്നിവിടെ ചെക്കന്മാരിപ്പോൾ സെൽഫൊക്കെ എടുത്തുക്കണേ. ഇന്നത്തെ ഇനിയിപ്പോൾ ഇവിടുന്ന് അടുത്ത യാത്ര വേറെ എടുക്കുക നമ്മൾ കൊടുക്കണേ ചൂരൽമലക്കാണ് പോകേണ്ടത്. നാട്ടിൽ വന്നുകാണ്ട് ഗോളടിച്ച വലയാണ് കണ്ടാളി പോസ്റ്റ്. അപ്പോൾ ഇവിടെ ചെക്കന്മാരുടെ എല്ലാവരും നമ്മള് ചാറ്റ വരാണ്ട് പോകാൻ നിൽക്കണേ. അപ്പോൾ ഓക്കെട്ടോ, വിളിച്ചതിനും കൂട്ടിയതിനൊക്കെ നന്ദി. പിന്നെയും കാണാം അടുത്ത വരവിന് ഇല്ല. നിങ്ങളിവിടെ എപ്പോഴും ഉണ്ടാവില്ല. അപ്പോൾ അടുത്ത് ഓരോ എപ്പോഴും ഉണ്ടാവും എന്ന് പറഞ്ഞാൽ. അപ്പോൾ അടുത്ത വരവ് പിന്നെയും കാണാം. അപ്പോൾ അതുവരെയൊക്കെ ബൈ. അവരോട് പറയാണ്ട് നമ്മൾ പോവാണ്. നമ്മൾ വണ്ടി ഇവിടെ സൈഡാക്കിയാണ് പാർക്കല്ല പാർക്ക് തന്നെ. ഇതൊന്നും ആരും അറിഞ്ഞില്ല സംഭവം.
വയനാട് ഇതൊരു ആശുപത്രി കേട്ടോ, ഇതൊരു ആശുപത്രിയാണ്, പഴയ ആശുപത്രി. അവിടെ ഇത് പഴയ സ്കൂൾ എന്താ തോന്നുന്നു, സ്കൂൾ അങ്ങോട്ട് മാറ്റി. 2 പീടിയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ ആ ചെക്കന്മാരൊന്ന് ഫുട്ബോൾ കളിച്ചുകൊണ്ട് പോരാൻ നിൽക്കുമ്പോൾ ബോല് പറഞ്ഞു ഇങ്ങനെ ഈ തോട്ടം ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലൊക്കെ പോകാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ബോല് പറഞ്ഞു റൂട്ടുണ്ട്, അതിലൊക്കെ വണ്ടി ഇട്ട് പോകാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളിങ്ങനെ പോകുന്നത് വണ്ടി സൈഡാക്കി മൂപ്പര് നമുക്ക് വയ്യ പറഞ്ഞാൽ നടക്കാം. അങ്ങനെ പോകുന്ന ഇവിടെ എത്തിയപ്പോഴാണ് മോനെ ഇവിടെ പഴയ സെറ്റപ്പുകളൊക്കെ കണ്ട്. ആ ഹോസ്പിറ്റലിൽ ഏതൊക്കെ കാണിച്ചെടുത്താൽ പഴയ ബിൽഡിങ്ങും കാര്യങ്ങൾ, പീഡിയ, അങ്ങനെ ഫുള്ള് ഇവിടെ വൈബായി. നമ്മൾ ഇവിടുന്ന് പരിചയപ്പെട്ട ഒരാളാണ് പിന്നെ തന്നെ പേര് അസീബ് എന്നാണ് ചെക്കൻ്റെ പേര്. ഇവിടുത്തെ സ്ഥലത്തിൻ്റെ പേര് തന്നെ പെരുന്തട്ട എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. നമ്മൾ കുറേ വട്ടം വയനാട് വന്നിരിക്കണമെങ്കിലും ഇങ്ങോട്ട് വരുന്ന ആദ്യമായിട്ടാണ്. കാരണം ഈ റോഡ് സൈഡ് ആണെങ്കിലും പക്ഷെ നമ്മൾ ഇങ്ങോട്ട് കയറാൻ ശ്രമിക്കരുത്, അതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. ഏതായാലും ഇന്നത്തെ യാത്ര ഏതായാലും നല്ലൊരു വൈബായിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത നമ്മളേതാ സൂചിപ്പാറ ചൂരൽമലയാണ് പോകുന്നത്. അവിടെ കുറച്ച് വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടെന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞത്. നോക്കാം ഏതായാലും. ഇവിടുന്ന് കുറച്ചാണ്ട് മാറിയാൽ കടുവനെ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇവിടെ കടുവ ഇറങ്ങുന്ന സ്ഥലമാണ്. ഇവിടെ ഒരു പാറ ഉണ്ട് എന്നാണ് ഇതിൽ പലവട്ടം കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ മൊത്തം ഫോറസ്റ്റിലേക്ക് പോയി നോക്കിയിട്ട് നമുക്ക് ഇതുവരെ കടുവനെ കാണാൻ പറ്റിയില്ല. പിന്നെ അതേപോലെ എന്നും രാവിലെ 8 മണി വരെ കോടയാണ്. പിന്നെ ഉച്ചയായാൽ കുറച്ച് ചൂടുണ്ടാകുന്നു. പക്ഷെ നമുക്ക് ചൂട് വലിയ അനുഭവപ്പെടില്ല, കാരണം നമ്മളവിടെ ഏരിയയിൽ ചൂടായിട്ടില്ലല്ലോ ഇവിടെ. അപ്പോൾ ആ ഒരു സംഭവമാണ്. ഏതായാലും നമ്മൾ ഇനി നീങ്ങി വെക്കുക, ആക്കിയിട്ട് നമുക്ക് പോകാനുള്ള റൂട്ട്. ഓക്കെ, അപ്പോൾ ഏതായാലും നമ്മൾ ഇവരോട് യാത്ര പറഞ്ഞ് ഇവിടുന്ന് നീങ്ങാൻ പോകണം.